നമ്മളിപ്പോൾ എന്താണ് കസ്റ്റമറെ നിലനിർത്തുന്നതിൻ്റെ സീക്രട്ടുകളാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒന്നാണ് സെയിൽസിനെ 3 പാർട്ടാക്കാൻ. ഒന്ന് പഠിച്ചു എന്താണ് ലൊക്കേറ്റിംഗ് ന്യൂ പ്രോസ്പെക്റ്റ്. രണ്ടാമത്തെ പാർട്ടാണ് ആദ്യത്തെ സെയിൽ നടത്തുന്നതിന് ഒരു ചാർജ് കൊടുക്കും, അത് മോണിറ്റർ ചെയ്യണം. മൂന്നാമത്തെ പാർട്ടാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമറെ നോട്ട് ചെയ്യാൻ, മാർക്ക് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാവണം. എന്താണ് എക്സിസ്റ്റിംഗ് കസ്റ്റമറെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്താണ് അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ പ്രോഫിറ്റബിൾ കസ്റ്റമറെ എങ്ങനെ കെയർ ചെയ്യുന്നു, എങ്ങനെ ടച്ച് ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരു പാർട്ട് നമ്മുടെ സെയിൽസിലുണ്ടാവണം. അപ്പോൾ 3 പാർട്ടുകൾ നിങ്ങൾ എൻറ്റയർ സെയിൽസിനകത്ത് 3 പാർട്ടുണ്ട്. ഒന്ന് ലൊക്കേറ്റിംഗ് ന്യൂ കസ്റ്റമർ, രണ്ടാമത്തേത് ഫസ്റ്റ് സെല്ലിംഗ് കസ്റ്റമർ, മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമ്മളെ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ മാത്രം നിരീക്ഷിക്കാൻ, മോണിറ്റർ ചെയ്യാൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണെയോ പാർട്ടാക്കി മാറ്റണം. ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ. റിസൾട്ട് ഇസ് വെരി ഗുഡ്. താങ്ക് യു.